മനുഷ്യൻ അതിപുരാതന കാലം മുതൽക്കേ തന്നെ അവൻ്റെ നിത്യ യൗവനം നിലനിർത്താൻ വേണ്ടിയുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും ഉപാധികളും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കാടായ കാടും മലയായ മലയുമൊക്കെ അവൻ കയറിയിറങ്ങിയത്. ഇന്നും അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യ യൗവനം നിലനിർത്താൻ വേണ്ടിയുള്ള മരുന്നുകളൊന്നും അവൻ ഇതുവരെയും കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ അവൻ്റെ ജീവിതശൈലി രോഗങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടിയുള്ള ഒരു ഫ്രൂട്ടിനെ, ഒരു ഫലത്തെ അവൻ കണ്ടെത്തി. മോറിൻഡ സിട്രിഫോളിയ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെറുപഴം വളരെ കാലം ഇതൊരു കളയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യൻ ഇതിനെ വെട്ടിക്കളയുകയോ അതല്ലെങ്കിൽ അമിതമായ ദുർഗന്ധം സഹിക്കാൻ മേലാത്തത് കൊണ്ടോ മുളയിലെ നുള്ളുക എന്ന് പറയുന്ന ഒരു രീതി മനുഷ്യൻ നേരത്തെ പുലർത്തി പോന്നിരുന്നു. പല നാടുകളിലും പല പേരിൽ അറിയപ്പെടുന്ന ഈ സിട്രിഫോണിയ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ഈ പഴം ഏതാണെന്ന് ഒരുപക്ഷെ നമ്മുടെ ബോട്ടണി വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരൊന്ന് നെറ്റി ചുളിക്കും. ഇത് നോനിപ്പഴത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. നോനിപ്പഴത്തെ പല ഏരിയകളിൽ പല പേരുകളിൽ അറിയപ്പെടും. ഇന്ത്യൻ മൾബറി, കടപ്ലാവ്, മഞ്ഞണാത്തി, കാക്കപ്പഴം എന്നീ പേരുകളിൽ പല പ്രദേശങ്ങളിലും ഈ പഴം അറിയപ്പെടുന്നു. വേര്, തണ്ട്, പൂവ്, കായ് ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിലേക്കായി ഉപയോഗിക്കാറുണ്ട്. വളരെ കാലമായി ജ്യൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നെങ്കിലും പുതിയ പ്രോഡക്റ്റായിട്ട് അവർ ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കമ്പനികൾ റൂട്ട് ബിയർ എന്ന് പറഞ്ഞ് നോനി റൂട്ട് ബിയർ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ബിയർ ഇറക്കിയിട്ടുണ്ട്. വളരെ കാലമായി ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് രോഗങ്ങൾ, സോറിയാസിസ്, രക്താതിസമ്മർദ്ദം, ആസ്മ, വിളർച്ച, അവസ്മാരകം, അസ്ഥിരോഗം, കരൾ രോഗം, ക്ഷയം, ട്യൂമർ തുടങ്ങിയ രോഗങ്ങൾക്ക്, എണ്ണിയാൽ തീരാത്ത രോഗങ്ങൾക്ക് ഈ നോനി എന്ന പഴം അതിൻ്റെ പേരും കായും പൂവും ഒക്കെ ഉപയോഗിച്ചു വരുന്നു. ഇത്രയും പറഞ്ഞത് നമ്മുടെ വീട്ടിലെങ്ങാനും ഈ ചെടി വളർന്നതോ അതല്ലെങ്കിൽ വളർന്നു വരികയാണെങ്കിലോ വെട്ടിക്കളയരുത്. എൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ വലുതാണ്. നോനിപ്പഴത്തിൻ്റെയും നോനി ജ്യൂസിൻ്റെയും മാർക്കറ്റിലെ സാധ്യതകൾ മനസ്സിലാക്കി കൊക്കക്കോള, ചിക്കൂട്ട പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഫിലിപ്പൈന്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇത് വൻതോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇനി മുതൽ ഇത് നമ്മുടെ വീട്ടുപറമ്പിലെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അബദ്ധത്തിൽ പോലും വെട്ടിക്കളയരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. വരും കാലങ്ങളിൽ നമുക്ക് ഒരു വലിയ ചക്കയ്ക്ക് കിട്ടുന്നതിനേക്കാളും പൈസ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫ്രൂട്ടിൽ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വരും കാലത്ത് ഇനി ഈ 2021 എന്ന് പറയുന്നത് നോനിപ്പഴത്തിൻ്റെ വർഷമായി തീരാൻ പോവുകയാണ്. അതാണ് പുതിയ പഠനങ്ങൾ, അതിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലെങ്ങാനും നോനിപ്പഴം ഉണ്ടെങ്കിൽ, ഇപ്പം എല്ലാവർക്കും നോനിപ്പഴം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, അതിൻ്റെ 1-2 പിക്ചർ നമ്മളുടെ ഇതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോനി ജ്യൂസ് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന്, നല്ലവണ്ണം പഴുത്ത നോനി പഴമാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഫാഷൻ ഫ്രൂട്ട് എന്താണ് ചെയ്യുന്നത്, ഫാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് വരുന്ന ആ പ്ലമ്മായ ഭാഗം, ആ ഇതായിട്ടുള്ള ഭാഗം മിക്സിക്കകത്തിട്ട് ഒരു ക്രഷ് ചെയ്ത് ആ അബ്സ്ട്രാക്റ്റ് എടുക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുക്കാറാണ് പതിവ്. അതിനുശേഷം അത് അരിച്ച് നമ്മുടെ ഒരു ഗ്ലാസ്സിലായിട്ട് ഒഴിക്കാറാണ്. ഈ നോനി പഴം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി നമ്മൾ ഈ മിക്സിയിലോട്ടിട്ട് 1-2 ക്രഷ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിനെ അരിച്ച് എടുത്ത് മാറ്റിക്കളയുക. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുടിക്കുന്ന ജ്യൂസിൻ്റെ കൂട്ടത്തിൽ, ഇത് വലിയ വോളിയം ജ്യൂസൊന്നുമല്ല, ചെറിയൊരു രീതി ഒരു ജ്യൂസ് ഒരു പഴം പിഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ 1-2 സ്പൂൺ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജ്യൂസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് മറ്റുള്ള ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഏരിയ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയണ്ട. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ 2-4 അല്ലെങ്കിൽ ഒരു വോളിയം നോനിപ്പഴമാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി അതിനെ കുറച്ച് നേരം വെള്ളം തോരാൻ വെച്ചേക്കുക. എക്സാക്ട്ലി വെള്ളം തോർന്നു പോയി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭരണിയിൽ ഏറ് കയറാത്ത രീതിയിൽ ടൈറ്റാക്കി അതിനെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക. ഏതാണ്ട് 40 മുതൽ 45 ദിവസം വരെ അതിനെ
അങ്ങനെ തന്നെ വെച്ചേക്കുക. വൈൻ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡ്രൈ ആയി ഈ നോനിപ്പഴം എങ്ങനെ ഡ്രൈ ആയിരിക്കണമെന്നും നോനിപ്പഴത്തിനെ എങ്ങനെ നമുക്ക് ഒരു ജാറിലിട്ട് കെട്ടി വെക്കാമെന്നും എന്നുള്ളതിനെക്കുറിച്ച്. ജാറിലിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ, എയർ കയറാതെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് നമ്മളുടെ സുലൈമാനി ബ്ലാക്ക് ടീയുടെ കളറിൽ, അത്രയും കളറല്ലാത്ത രീതിയിൽ ഒരു ദ്രാവകം ഒഴുകി വരികയും അത് നമ്മൾ അരിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ച് മറ്റുള്ള ജ്യൂസിനോട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് നമ്മൾ മറ്റുള്ള ജ്യൂസിൽ ഒഴിച്ച് കഴിക്കുകയായിരിക്കും ഉത്തമം. കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള ആരും ഈ ജ്യൂസ് കഴിക്കാൻ പോകരുത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ജ്യൂസ് മറ്റുള്ള ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കഴിക്കണം എന്ന് പറയുന്നത്, ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഈ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കിഡ്നിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ശേഷി കുറവുണ്ടാകും. അപ്പം ഐദർ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ വരെ 3 ലിറ്ററാണ് വെള്ളം എക്സ്ട്രാ കുടിച്ചിരുന്നതെങ്കിൽ ഇന്നൊരു 3.5 ലിറ്ററോ 4 ലിറ്ററോ എക്സ്ട്രാ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇത് ഡയറക്റ്റായിട്ട് കുടിക്കരുത്, നമ്മൾ ഏതെങ്കിലും ജ്യൂസിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കുടിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ ധാരാളം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ വേറൊരു ജ്യൂസിൻ്റെ കൂട്ടത്തിൽ കുടിക്കണം എന്ന് പറയുന്നതും, കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഏറെ കുടിക്കണം എന്ന് പറയുന്നതും. ഇതിൽ ആകെയുള്ള 2 ഡീമെറിറ്റ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പഴത്തിലുള്ള ഒരു അസഹ്യമായ നാറ്റവും, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിൽ കുറച്ചേറെ വെള്ളം കുടിക്കുക, നാറ്റം സഹിച്ചേക്കുക. ഇത്തരം പഴം വേണം എന്നുള്ളവർക്ക് മാർക്കറ്റിൽ ഒരുപാട് പഴം അവൈലബിൾ ആണ്. പക്ഷേ ഇത് ധാരാളം വീട്ടിലുള്ളവർക്ക് ജ്യൂസാക്കിയും ഫ്രഷ് ഫ്രൂട്ടായിട്ടും ആളുകൾക്ക് വിൽക്കാം. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത്തരത്തിലൊന്ന് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റ് പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് ഇത് കിട്ടുന്നു എന്നുള്ളതിനൊരു സമാധാനമുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്ന് മാർക്കറ്റ് ചെയ്തേക്കുക. നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഈ മരം വളരുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്യൂച്ചറിൽ ഒരു ഉപകാരമായി തീരും. മറ്റുള്ള ഒരു നാണ്യവിളകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇതും വരും കാലങ്ങളിൽ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ 1, 2, 4 ഫ്രൂട്ട് മാത്രമേ തൽക്കാലത്തേക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ, തൽക്കാലം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ജ്യൂസ് അടിച്ച് 2 രീതിയിലുള്ള ജ്യൂസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ പല രോഗങ്ങൾക്കും ഇത് നമുക്ക് ഒരു രോഗശമനി ആണ്. ഒന്നിൽ കൂടുതൽ ചെടിയുള്ളവർക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള വകയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ പൂവും കായും തണ്ടും ഒക്കെ വേരും ആളുകൾ മേടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. യുനാനി സിദ്ധ ആയുർവേദ മരുന്നുകളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് നമ്മളുടെ ഈ കുഞ്ഞൻ പഴം. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ 1, 2 ചെടികൾ, അതില്ലെങ്കിൽ അതിൽ കൂടുതൽ ചെടിയുള്ളവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് പറഞ്ഞ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോലുള്ള അത്തരം മീഡിയാസ് അതിൽ ഇട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുക. ഒരുപക്ഷെ നിങ്ങളെക്കാളും ഉപകാരം ഇത് മേടിക്കുന്നവനായിരിക്കും. അതുകൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് അതൊന്ന് മാർക്കറ്റ് ചെയ്യാതിരിക്കരുത്. മറ്റുള്ളവർക്ക് വെറുതെ ചീത്തയായി പോകുന്നതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റ് ചെയ്തേക്കുക. ഗെറ്റ് യുവർ മണി ആസ് വെൽ. പല രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിവുള്ളതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബെനിഫിറ്റബിളായ ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇടവിളയായിട്ടോ അതല്ലെങ്കിൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പറമ്പിൻ്റെ അതിരുകളിലോ വെക്കുക എന്ന് പറയുന്നത് 4, 5 ചെടി വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങളിൽ ആദ്യമായിട്ട് എത്തിച്ചേരും. കൂട്ടത്തിൽ ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഒരു ബെസ്റ്റ് കമൻറ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പോൾ 31 ഡിസംബർ മുമ്പ് അയക്കുന്ന ഓരോ നല്ല മെസ്സേജിനും ഒരു നല്ല പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നല്ല
മെസ്സേജ് അയച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾക്കെല്ലാം ആരോഗ്യവും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നേരുന്നു. താങ്ക് യു.